റിയാസുദ്ദീൻ കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ടെന്ന് പറയുന്നത്. ഒരു നിമിഷം. അതായത് ഇത് RSSന്റെ നേതൃത്വത്തിലുള്ള സ്കൂളാണ്, അവരുടെ മാനേജ്മെന്റ് നടന്ന സ്കൂളാണ്. ആ ബോംബ് കണ്ടെടുത്തത് സ്കൂൾ വളപ്പിൽ നിന്നാണോ സ്കൂളിന് പുറത്തു നിന്നാണോ? നിങ്ങൾക്ക് അതേക്കുറിച്ച് എന്തെങ്കിലും ബോധ്യമുണ്ടോ? ഞാൻ പറഞ്ഞു വരുമല്ലേ. ഒരു കാര്യം, അവിടെ വലിയ രീതിയിലുള്ള സ്ഫോടനമുണ്ടായി. ആ കുട്ടി ആ ബോംബെടുത്ത് കളിക്കുന്നതിനിടെ തൊട്ടടുത്ത് വീട്ടിലുള്ള ഒരു അമ്മ നാരായണൻ എന്ന് പറയുന്ന കുട്ടിയെ കാണുകയും അത് വലിച്ചെറിയാൻ വേണ്ടി നിർദ്ദേശം കൊടുക്കുകയും ചെയ്തതുകൊണ്ട് മാത്രമാണ് ആ കുട്ടിയുടെ ജീവൻ രക്ഷപ്പെട്ടത്. ആദ്യം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് കണ്ടെത്തിയത് സ്കൂളിന്റെ പ്രിമൈസിൽ വരുന്ന സ്കൂളിനോട് അടുത്തുള്ള മതിലിനോട് ചേർന്നാണ്. അതിനെ അങ്ങനെ ആ രീതിയിൽ സ്കൂളിനകത്താണോ പുറത്താണോ എന്നും ആ രീതിയിൽ RSSന് പോലും തള്ളിക്കളയാൻ വേണ്ടി പറ്റില്ല. വീടുകൾ അടുത്തുണ്ട്, സ്കൂളിനോട് ചേർന്ന പ്രിമൈസാണ്. അവിടെ സ്കൂളിലേക്ക് പോകുന്ന വഴിയുമായി ചേർന്ന് ഗേറ്റിനോട് ചേർന്ന പ്രദേശമാണ്. പോലീസും ഫോറൻസിക്കും എത്തി ഇതിനെക്കുറിച്ച് നടത്തിയ അന്വേഷണങ്ങളിൽ ഒരു ബോംബ് പുറത്തു നിന്ന് കിട്ടുന്നു, അത് പൊട്ടുന്നു, വലിയ ശബ്ദമുണ്ടാകുന്നു. അതിൽ എന്തോ സമയബന്ധിതമായി ആ അമ്മയുടെ മറ്റും ഇടപെടലുകൊണ്ട് ജീവഹാനിയോ മറ്റു മാരകമായ അപകടങ്ങളോ സംഭവിച്ചില്ല എങ്കിലും അതിനെ തുടർന്ന് അങ്ങോട്ട് നടത്തിയ പരിശോധനയിൽ ആ സ്കൂളിലേക്ക് എത്തുന്നു. അപ്പൊ സ്കൂളിൽ അടുത്ത ദിവസം അവിടെ സ്കൂൾ വൃത്തിയാക്കിയിട്ടുണ്ട്, പുല്ല് വെട്ടിയിട്ടുണ്ട്. അതിനെ തുടർന്ന് ആ പുല്ല് മൂടി കിടക്കുന്ന സ്ഥലത്ത് നിന്ന് 4 or 5 ബോംബുകൾ വീണ്ടും കിട്ടുകയാണ്. ബോംബ് കെട്ടുന്നത് സ്കൂളിന്റെ വളപ്പിനകത്ത് നിന്ന് തന്നെയാണ്, അതായത് സ്കൂൾ കോമ്പൗണ്ടിൽ തന്നെയാണ് ബോംബ് വെച്ചിട്ടുള്ളത്. സ്കൂളിനകത്ത് നിന്നാണ്, സ്കൂളിന്റെ കോമ്പൗണ്ടിനകത്ത് നിന്നാണ്. പോലീസ് വരുന്നു, ഫോറൻസിക് വരുന്നു, ഇതിനെ പിന്തുടർന്ന് പോകുന്നു. പരിശോധിക്കുമ്പോൾ സ്കൂളിന്റെ അകത്ത് നിന്ന് അവിടെ കാട് വെട്ടിത്തെളിച്ച പ്രദേശത്ത് നിന്നുമാണ് ഈ ബക്കറ്റിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇതിനകത്ത് സൂക്ഷിച്ച നിലയിൽ 4 or 5 ബോംബുകൾ കണ്ടെത്തുന്നത്. അപ്പോ ഈ സ്ഥലം, ഇത് കണ്ടെത്തിയ സ്ഥലം എന്ന് പറയുന്നത് മൂട്ടാന്തറയാണ്. അതിന്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം ഞാൻ പറഞ്ഞു തരേണ്ടതില്ല. പാലക്കാട് ജില്ലയിൽ RSSന്റെ ശക്തി കേന്ദ്രമാണ്. ഈ സ്ഫോടനം നടന്ന സ്കൂളിൽ നിന്ന് 500 മീറ്ററിനകത്താണ് RSSന്റെ ജില്ലയിലെ കാര്യാലയം പ്രവർത്തിക്കുന്നത്. അപ്പൊ നേരത്തെ തന്നെ വർഷങ്ങളായി RSSന്റെ പ്രവർത്തനം ശക്തമായ നാളുകൾ തൊട്ട് ജില്ലയിലെ വ്യത്യസ്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക്, അതുപോലെ തന്നെ ഞങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം കൊണ്ടുവരിക. ഈ സംഭവത്തിൽ പാലക്കാട് നോർത്ത് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള പാലക്കാട് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള എഫ്ഐആറിൽ ഈ പരിക്ക് പറ്റിയ നാരായണൻ എന്ന കുട്ടിയുടെ പേര് ഉണ്ട്, ലീല എന്ന സ്ത്രീയുടെ പേരുണ്ട്. പ്രതികളുടെ പട്ടികയിൽ അൺനോൺ എന്നാണ്. ശരി, ഇനി ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രകാരം ഇവരുടെ അടുത്തുള്ള എഫ്ഐആറിൽ പറയുന്നത് 20/8/2025 വ്യാസവിദ്യാപീഠം പ്രൈമറി സ്കൂൾ വടക്കാന്തറയിലെ അഡ്മിൻ ഓഫീസർ ശ്രുതി നൽകിയ മൊഴി പ്രകാരം ഈ കുട്ടി സ്ഫോടകവസ്തു കളിച്ചു, പൊട്ടിത്തെറിച്ചു, പരിക്ക് പറ്റി. ലീല എന്ന സ്ത്രീക്കും പരിക്കേറ്റു. ഈ പറഞ്ഞ മൊഴി രേഖപ്പെടുത്തി ശരിയാക്കി SI ഓഫ് പോലീസ് എഫ്ഐആർ ഇട്ടു. ഈ 4 ബോംബ് സ്കൂൾ വളപ്പിൽ നിന്ന് കണ്ടെത്തിയതിനെ കുറിച്ച് എഫ്ഐആറിലെ പരാമർശമില്ല. അല്ല, ഇന്നലെ ഈ വിഷയത്തിൽ ജില്ലയിൽ ഡിവൈഎഫ്ഐ മാത്രമാണ്. ഡിവൈഎഫ്ഐ SFI സംയുക്തമായിട്ട്, ഞാനത് ഇവിടെ സൂചിപ്പിക്കാതെ പോയപ്പോൾ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ അവസ്ഥയും മറ്റു വിഷയങ്ങളൊക്കെ ആയിരിക്കാം, എന്തുകൊണ്ടോ ഡിവൈഎഫ്ഐ SFI മാത്രമാണ് വളരെ ശക്തമായി ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പ് മേധാവിയുടെ ഓഫീസിലേക്ക് ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചത്. ആ പ്രതിഷേധത്തിൽ പങ്കെടുത്തുകൊണ്ട് ഞാൻ തന്നെ അവിടെ പറഞ്ഞ കാര്യങ്ങൾ, ഡിവൈഎഫ്ഐ എന്ന നിലയ്ക്ക് പറഞ്ഞ കാര്യങ്ങൾ ലഭ്യമാണ്. ഈ വിഷയത്തിൽ ഏറ്റവും പ്രാഥമികമായി ആ സ്കൂളിൽ നിന്ന് ഈ സ്ഫോടക വസ്തു, ഈ ബോംബ് കണ്ടെടുത്ത സാഹചര്യത്തിൽ ആ സ്കൂളിന്റെ പ്രവർത്തനാനുമതി എത്രയും വേഗം റദ്ദാക്കുകയും ആ സ്കൂൾ അധികൃതരെ കേസിൽ ഉൾപ്പെടുത്തി അവർക്കെതിരെ ശക്തമായ വകുപ്പുകൾ ചുമത്തി, അതായത് ഈ പറയുന്ന വകുപ്പുകൾ ചുമത്തി അവരെ പ്രതികളാക്കി കേസ് എടുക്കുകയും ചെയ്യണമെന്നും, അന്വേഷണം സ്കൂൾ അധികൃതരിലേക്കും അവിടെ നിന്നും സ്കൂൾ PTA നടക്കണമെന്നും, അങ്ങനെ നടക്കുമ്പോൾ സ്കൂളിന്റെ ഭാരവാഹികളാരാണ്, PTA ഭാരവാഹികളാരാണ്, ഭാരതീയ വിദ്യാനികേതൻ സ്കൂളിന്റെ PTA ഭാരവാഹികളായി പ്രവർത്തിക്കുന്നത് സേവാഭാരതിയുടെ ഉൾപ്പെടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന RSS നേതൃത്വത്തിലുള്ള അവിടെ ശ്രീശങ്കർ എന്നും അതുപോലെ തന്നെ ശ്രീകാന്ത് എന്നും എല്ലാം പേരിൽ അറിയപ്പെടുന്നവരാണ്. ആരാണ് ഇവരെല്ലാം? അതുപോലെ തന്നെ RSSന്റെ രാവിലെയും വൈകുന്നേരവുമുള്ള ശാഖകൾ,
അതിനവര് പ്രത്യേക പേരിലൊക്കെയാണ് ആ ശാഖകളെ അവർ അറിയിക്കുന്നത്. ദേവി പ്രഭാത് എന്നോ ദേവി രാത്രി എന്നോ എന്നെല്ലാം പേരിൽ കുട്ടികളെ, ആളുകളെ അപായപ്പെടുത്താൻ, അക്രമം നടത്താൻ, നാട്ടിൽ കലാപമുണ്ടാക്കാൻ, സംഘർഷം ഉണ്ടാക്കാൻ, വർഗീയ കലാപമുണ്ടാക്കാൻ എല്ലാം പഠിപ്പിക്കുന്ന പരിപാടിയുടെ പേരാണ് ഈ ശാഖ. ആ ശാഖ നടക്കുന്നത് ഈ സ്കൂളിലാണ്. ദേവി പ്രഭാതും രാത്രി പ്രഭാതും എന്നുള്ള പേരിൽ ഈ RSS ശാഖ നടക്കുന്ന ഈ സ്കൂളിൽ നിന്നാണ് ഈ അത്യുഗ്രൻ മാരക ശേഷിയുള്ള സ്ഫോടക വസ്തു, അതായത് ബോംബ് കണ്ടെടുത്തിട്ടുള്ളത്. ആ അർത്ഥത്തിൽ പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്ന രീതിയിൽ നിങ്ങൾ ഇവിടെ സംശയം ഉന്നയിച്ചു. പ്രാഥമിക ഘട്ടത്തിൽ പോലീസ് അവിടെ പോയി, ഫോറൻസിക് അവിടെ പോയി, പുറത്തുനിന്ന് നടന്ന, അതായത് സ്കൂൾ കോമ്പൗണ്ടിന്റെ പ്രൊമേഷനോട് ചേർന്ന് നടന്ന വിഷയത്തിൽ കേസ് എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഡിവൈഎഫ്ഐ തന്നെ ഈ വിഷയത്തിൽ ശക്തമായി ഉന്നയിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ സ്ഫോടക വസ്തുക്കൾ സ്കൂളിന്റെ അനുമതി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് നിങ്ങൾ വിദ്യാഭ്യാസ വകുപ്പിന് കത്തയച്ചു, ഡിവൈഎഫ്ഐ. നല്ല കാര്യം, ഓക്കെ. പക്ഷെ ഇവിടുത്തെ ഗ്ലെയറിംഗ് ആയിട്ടുള്ള വീഴ്ച എന്താണ്? ആ വീഴ്ച കണ്ടെത്തിയ 4 ബോംബുകളെ കുറിച്ച് പരാമർശവും എഫ്ഐആറിലില്ല. ഈ കേസിൽ ഒരു പ്രാഥമികമായ ഒരു സംശയം പോലും RSSനെ കുറിച്ച് പോലീസിനില്ല. എഫ്ഐആർ നോക്കുമ്പോൾ ഇല്ല. അവിടെ നിങ്ങൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കത്തയച്ച് നടപടി സ്വീകരിക്കാൻ മന്ത്രിയോട് ആവശ്യപ്പെട്ടെങ്കിൽ അതേ നിങ്ങൾക്ക് ആഭ്യന്തര വകുപ്പ് മന്ത്രിയോട്, ഇത് RSSകാർ സ്ഥാപിച്ച ബോംബാണ്, കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്, അവിടെ ശാഖ നടക്കുന്നതാണ്, ഇതിൽ നടപടി വേണം എന്ന് ആഭ്യന്തരമന്ത്രിയോട് പറയണ്ടേ?